ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് അച്ഛൻ രാവിലെ ഇഡ്ഡലി എടുത്ത് കൊടുക്കണം എങ്കിലേ കഴിക്കുള്ളൂ. ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചാലും പുള്ളിക്കാരുടെ അടുത്ത് കഴിക്കൂല. കേരളത്തിൽ നിന്ന് വളരെ അധികം കഷ്ടപ്പെട്ട് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ബ്യൂട്ടി ബ്ലോഗറായി മാറിയ ഗ്ലാമി ഗംഗ. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഗ്ലാമി ഗംഗ എന്ന് പറയുന്ന പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. പക്ഷെ ഞാനൊന്നും എടുത്ത് റിയാക്ട് ചെയ്യാൻ പോയില്ല. അത് വേറൊന്നും കൊണ്ടല്ല, കുറച്ചായിട്ട് ഈ പെൺകുട്ടിയുടെ വീഡിയോകൾ ഞാൻ അങ്ങനെ സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയല്ല. നേരത്തെയൊക്കെ ഇടയ്ക്ക് കാണുമായിരുന്നു, പക്ഷേ കുറച്ചായിട്ട് കാണാറില്ല. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ട് കാണാറേ ഇല്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്ന ഒരു പെൺകുട്ടി എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ. ഇതിനു മുമ്പ് എപ്പോഴോ ഈ പെൺകുട്ടിയുടെ വീഡിയോ നേരത്തെ എങ്ങാണ്ട് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്ന ഒരു വേർഡാണ്. ഒരുപാട് കഷ്ടതകളിൽ നിന്ന് കഷ്ടപ്പെട്ട് വീഡിയോകളൊക്കെ ചെയ്ത് കാശുണ്ടാക്കി സ്വന്തമായ ഒരു വീട് വെച്ച് അങ്ങനെ മുന്നേറിയ ഒരു പെൺകുട്ടിയാണ്. പക്ഷേ അതൊക്കെ മറന്നുപോയെന്ന് തോന്നുന്നു ഈ ഗ്ലാമി ഗംഗ കുറച്ചായിട്ട്. എവിടെയൊക്കെയോ അവരുടെ പ്രേക്ഷകരെ പുച്ഛിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ പലപ്പോഴും ഗ്ലാമിയുടെ വായിൽ നിന്ന് വീഴുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കൊച്ചിൻ്റെ വീഡിയോ കാണുന്നത് ഞാനങ്ങ് നിർത്തി. മനസ്സിലായില്ലേ? പക്ഷേ ഇപ്പോൾ സംസാരിച്ചേ പറ്റുള്ളൂ. എൻ്റെ ഒരു സുഹൃത്ത് കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ എനിക്ക് അയച്ചു തന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. മുഴുവനായിട്ട് കൊച്ചിൻ്റെ വീഡിയോ കാണേണ്ട കാര്യമൊന്നുമില്ല. കൊച്ചു പണ്ട് പറഞ്ഞു വെച്ചതും ഇപ്പോൾ പറയുന്നതുമായിട്ട് ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതിൽ നിന്ന് തന്നെ ചൂണ്ടിക്കാണിച്ച് തരാം. കൊച്ചിൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയി. ചില ആളുകൾ പറയുന്നത് കേട്ടു കല്യാണം കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ കിളി പോയതാണെന്ന്. അതൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ കള്ളത്തരം നല്ല വൃത്തിക്ക് കല്യാണം കഴിഞ്ഞൊരു വീട്ടിലോട്ട് ചെന്ന് കയറി ഇച്ചിരിയൊക്കെ പണിയെടുക്കാം മോളെ, കേട്ടോ, ഇച്ചിരിയൊക്കെ പണിയെടുക്കാം. ഓക്കെ, അല്ലാതെ ഞാൻ നല്ല രീതിയിൽ കാശുണ്ടാക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് പണിയെടുക്കാനൊന്നും പറ്റത്തില്ല, രാവിലെ വൈകി എണീക്കാൻ പറ്റൂ, തിന്നാൻ ഫ്രണ്ടിൽ കൊണ്ട് വെച്ച് തരണം, ആ ഒരു മൂടും കൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അധികകാലം ഓടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവൻ എങ്ങനെയാണോ അതുപോലെ ഇരിക്കും. അതും കൂടെ ഉണ്ടേ, പാർട്ട്ണറെ കൂടെ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ എന്താണെങ്കിലും ഗ്ലാമി ഗംഗയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്, കടക്ക് പുറത്ത് എന്ന് ഞാൻ പറയില്ല. സോ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ ധൈര്യപൂർവ്വം അതിലും അങ്ങോട്ട് ക്ലിക്ക് ചെയ്തു. കൂടാതെ വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്ക് തരണേ. ഇനി ഗ്ലാമി ഗംഗയുടെ പഴയ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കല്യാണമൊക്കെ കഴിയുന്നതിന് മുമ്പ് കുഞ്ഞു പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, ഇതൊന്ന് കേട്ടോ നിങ്ങൾ. ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അങ്ങനെ ഞാൻ രാവിലെ 5 മണിക്ക് തന്നെ എണീറ്റിരിക്കുകയാണ്. 5 മണിക്ക് തന്നെ എണീറ്റ് അമ്മ കേട്ട ചീത്ത വിളിക്കും. 7 മണിയാണ് ഗൈസ്. 5 മണിക്ക് എണീറ്റ് എനിക്കിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഞെട്ടിക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ എൻ്റെ കണ്ണും ശരീരവും സമ്മതിച്ചില്ല. ഉറങ്ങ് കണ്ണ ഉറങ്ങുറങ്ങ് അങ്ങനെയായിരുന്നു ഗൈസ് മൈൻഡ്. സോ ഇന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ ബെസ്റ്റി ബോയ് ഫ്രണ്ട് കംഡാ, പ്രത്യേകിച്ച് എവൻ ഇഷ്ടമുള്ള സാധനമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇഷ്ടമല്ലേ? യാ ഇനിയിപ്പോൾ പോവേ. ഓക്കെ, അപ്പമാണ് ഗൈസ് ഉണ്ടാക്കണം. അപ്പവും മുട്ടക്കറിയും ആൻഡ് സം പനീർ ബുർജിയാണ് ഗൈസ് ഉണ്ടാക്കണത്. പ്രോട്ടീൻ. യെസ്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ ഗൈസ്. കണ്ണൊക്കെ ചെത്തിരിക്കണമെന്ന് എനിക്ക് ഇനി മതിയായില്ല ഉറങ്ങിയിട്ട്. ഇനി ഒരു 12-1 മണി വരെ ഉറങ്ങിയ സബലമീ ജീവിതം. സോ ഗൈസ് കമോൺ. നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോണത് എഗ് കറിയാണ് ഗൈസ്, മുട്ടക്കറി. അപ്പവും മുട്ടക്കറി. സോ മുട്ടക്കറിക്ക് ആദ്യം നമുക്ക് ഇതിനകത്തോട്ട് കടു അങ്ങോട്ട് വറുക്കാം. അപ്പവും മുട്ടക്കറിയും ഒക്കെ പണ്ട് കൊച്ചുണ്ടാക്കുമായിരുന്നു, കണ്ടല്ലോ നിങ്ങൾ. ഞാനായിട്ട് ചുമ്മാ ഊഹിച്ച് പറയുന്നതല്ലേ. കുട്ടിയുടെ തന്നെ ഒരു വീഡിയോയിൽ കിടക്കുന്ന കാര്യമായത്. കുറച്ചായി ഇത്. 5 മണിക്ക് രാവിലെ എണീക്കാന്നൊക്കെ വിചാരിച്ച് നടക്കുന്നില്ല. 7 മണിക്ക് എണീറ്റു. പക്ഷെ കൊച്ചിൻ്റെ ആഗ്രഹം ഒരു 12 വരെയൊക്കെ കിടന്ന് ഉറങ്ങണം. സബലം ഈ ജീവിതം. മോളെ പണ്ടൊക്കെ അത് ഓക്കെ, കല്യാണം കഴിച്ച് വല്ല വീട്ടിലോട്ടും കയറി ചെന്നിട്ട് അപ്പോഴും മോക്ക് 12 വരെ കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബലം ആകും ജീവിതം, കേട്ടോ. നേരത്തെ പറഞ്ഞു വെച്ചേക്കുക മോളെ, നിന്റെ വീഡിയോയിൽ തന്നെ നീ കുക്ക് ചെയ്യും, നീ എണീറ്റ് എല്ലാവർക്കും അപ്പവും മുട്ടക്കറിയും വിളമ്പാൻ പോകുന്നു. വിളമ്പുന്നതൊക്കെ ഉണ്ട്. അതിനു മുമ്പ് ഈ കഴിഞ്ഞ ദിവസം കല്യാണം കഴിച്ച് ഒരു വീട്ടിൽ കയറി ചെന്നല്ലോ, അവിടെ നിന്നുകൊണ്ടൊരു ബ്ലോഗ് ചെയ്തു. ആ ഒരു ബ്ലോഗ് ചെയ്ത ബ്ലോഗ് എന്നാണേ, ഞാൻ ചുമ്മാ അങ്ങ് പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. ഒരു ഫ്ലോയ്ക്ക് ഈശോയെ ഗ്ലാമി ഗംഗ കുട്ടി പ്രാഗുവാണോ? അപ്പം എന്താണെങ്കിലും കുട്ടി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. പണ്ട് നേരത്തെ വീഡിയോയിൽ എണീറ്റ് വീട്ടുകാർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന കുട്ടി ഇപ്പം പറയുന്നൊരു കേസുണ്ട്.
കേട്ടോ നിങ്ങളിത്? കറിയും മരിച്ചീനി അവിച്ചതും കിഴങ്ങ് അവിച്ചതും പിന്നെ മീൻ പൊരിച്ചത് ചൂരമീൻ്റെ കറി. ആക്ച്വലി ചേച്ചി ഉണ്ട് ഇവിടെ. ചേച്ചി രാവിലെ എനിക്ക് ചേച്ചിയെല്ലാം വെച്ചിട്ട് പോയി. അപ്പം എനിക്കറിയാം നിനക്ക് ഗംഗ ഒന്നും ചെയ്യില്ലെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എനിക്കങ്ങനെ ഒരു ശീലമൊന്നും വന്നിട്ടില്ല രാവിലെ എണീറ്റ് അങ്ങനെ ചെയ്യണേന്നും. മേ ബി വരുമായിരിക്കും, ഹെൽപ്പ് ചെയ്യും, വരുന്നില്ല, കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഓക്കെ, കാരണം എനിക്ക് ശീലമില്ല. എനിക്കങ്ങനെ രാവിലെ എല്ലാം എനിക്ക് വെക്കാൻ അറിഞ്ഞൂടാ, എനിക്ക് എവിടെ തുടങ്ങണമെന്ന് പോലും അറിഞ്ഞൂടാ. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ചേച്ചി ഓൾറെഡി അമ്മയ്ക്ക് കാലമായതുകൊണ്ട് ചേച്ചിയാണ് എല്ലാം ചെയ്തിട്ട് പോണത്. അപ്പം ഇന്നലെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം എവിടെ തുടങ്ങണമെന്നൊന്നും അറിയാൻ പാടില്ലേ കുഞ്ഞെ? അപ്പൊ പിന്നെ അന്ന് ചെയ്ത വീഡിയോ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്ന? രാവിലെ എണീറ്റ് അപ്പോ മുട്ടക്കറി അമ്മ സഹായിക്കുന്നുണ്ടായിരിക്കും, വീട്ടിൽ സ്വന്തം അമ്മയുണ്ടല്ലോ, അമ്മ സഹായിച്ചിട്ടായിരിക്കും, അല്ലാതൊന്നും അല്ല. മനസ്സിലാക്കാത് പിടികിട്ടിയോ? അതിൽ ആ വീഡിയോ മൊത്തം പോയിരുന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ കാണുമ്പോഴത്തേക്ക് മോക്ക് ചിലപ്പോൾ ചൊറിയുമായിരിക്കും. എൻ്റെ കുടുംബകാര്യത്തിലേക്ക് എന്തിനാടാ? എനിക്ക് താല്പര്യമൊന്നുമില്ല കുഞ്ഞെ നിന്റെ കുടുംബകാര്യത്തിലോട്ടൊന്നും വന്ന് ഇടപെടാനോ നിന്റെ വീട്ടിൽ വന്ന് ഒളിഞ്ഞു നോക്കാനോ ഒന്നും എനിക്കും താല്പര്യമില്ല. മനസ്സിലായില്ലേ? ഈ സോഷ്യൽ മീഡിയ വന്ന് ഇങ്ങനെയുള്ള കഥകൾ പറയുമ്പോഴത്തേക്ക് ചർച്ചയാകും. ഇല്ലെങ്കിൽ പിന്നെ ഇതാണ് സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ എക്സ്പോസ്ഡ് ആയി പോകുന്നത് ഈ ഫാമിലി വ്ളോഗേഴ്സ്, ഇതുപോലുള്ള ബ്യൂട്ടി വ്ളോഗേഴ്സ്. ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഉറപ്പായിട്ടും ജനങ്ങൾ ചോദ്യം ചെയ്യും. പിടികിട്ടിയോ? നല്ല കമൻറ്റുകൾ വരും. അപ്പോൾ ഇത് കാണുമ്പോൾ പൊട്ടുമ്പോഴത്തേക്ക് ചുമ്മാ ഇരുന്ന് നാട്ടുകാരെ ഓരോന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മളെപ്പോലുള്ള റിയാക്ഷൻ ചാനലുകാരും ഇറങ്ങും. എന്നിട്ട് മെല്ലെ ഓരോ നിങ്ങളെ തോണ്ടിയെടുക്കും. എന്നിട്ട് നാട്ടുകാരുടെ ഫ്രണ്ടിലോട്ട് എക്സ്പോസ് ചെയ്ത് കൊടുക്കും. ഇതാണ്, ഇത്രേ ഉള്ളൂ. പിടികിട്ടിയോ? ഇത്രേ ഉള്ളൂ. ഈ നിങ്ങളെ വ്യൂവേഴ്സെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ പറയുന്നതൊന്നും അല്ല സത്യം എന്നുള്ള കാര്യം കാണിച്ചങ്ങ് കൊടുക്കും. അത്രേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. ഇനി ഈ കുട്ടി അപ്പോൾ ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണണ്ടേ അതൊക്കെ? അല്ലെങ്കിൽ പറയും നമ്മൾ ചുമ്മാ കള്ളം പറഞ്ഞാന്ന്, പഴയ വീഡിയോയിലൊന്നും ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കളയും. അതുകൊണ്ട് ഈ ഉണ്ടാക്കുന്നതും കൂടെ നിങ്ങളൊന്ന് കണ്ടോ. കുഞ്ഞ് പൊതിച്ചോറാണ്. അപ്പം കുഞ്ഞു മുട്ട മതി. ഗൈസ്, ഫൈനലി നമ്മൾ പൊതിച്ചോറ് പൊതിയാൻ വേണ്ടിയിട്ട് പോവാണ്. ചോറ് റെഡി, നമ്മളെ മോര് കാച്ചിയത്, നെത്തോലി ഫ്രൈ, ഓംലേറ്റ്, ബീട്രൂട്ട് തോരൻ, കോവയ്ക്ക വിഴുക്ക്, ചമ്മന്തി, കണ്ണിമാങ്ങ അച്ചാർ. കയ്യടി, ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കിയതും പോരാ. ഗൈസ്, ആദ്യം നമ്മൾ അമ്മ ഇല്ല അബിക്കുട്ടനൊക്കെ തന്നെ ആദ്യം ചോറിട്ട് ആദ്യം മെയിൻ പൊതിച്ചോറാണ് ഉണ്ടാക്കണത്. ഇത് മീനാക്ഷിക്കാണ് മെയിൻ. ഗൈസ്, നെക്സ്റ്റ് നമ്മൾ ബീട്രൂട്ട് തോരൻ വയ്ക്കാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അതുകൊണ്ടാണ് ചെറുതായിട്ട് മാത്രം ഇവിടെ കാണിക്കുന്നത് കേട്ടോ. കുറച്ച് കട്ടിങ് മറ്റേ വലിയതായിട്ട് കാണിക്കാൻ ഞാൻ. കാരണം ആ അമ്മയുടെ മുഖത്തൊരു ചിരിയാണോ ഒരു പുച്ഛമാണോ നിന്ന് തള്ളുന്നതാണെന്ന് അത് കാണുന്ന എല്ലാവർക്കും അറിയാം, കൊച്ചിനും അറിയാം, ജനങ്ങൾക്ക് മനസ്സിലാകുമെന്ന്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മയെ സഹായിക്കുന്നതൊക്കെ ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിച്ചൊരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് വേറൊരു വീടാ ഉണ്ടാക്കി തുടങ്ങാം. മനസ്സിലായോ? അറ്റ്ലീസ്റ്റ് സഹായിക്കാൻ കയറാം. അല്ലാതെ ഇപ്പോഴും എണീക്കുന്നത് 10-12 മണിക്കൊക്കെ ആണെങ്കിൽ മോളെ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. പക്ഷെ വേറൊരു കേസുണ്ട്. ഈ പല വീട്ടിലും നടക്കുന്ന കാര്യങ്ങൾ അവരുണ്ടല്ലോ ജനങ്ങളുടെ മുമ്പിലോട്ടങ്ങോട്ട് അടിച്ചിട്ട് കൊടുക്കത്തില്ല. ഇവിടെ പണ്ട് കാണിച്ചതും ഇപ്പൊ കാണിച്ചതും ഒക്കെ നാട്ടുകാരെ കാണിക്കുമ്പോൾ നാട്ടുകാർ ചോദിക്കും, കുഞ്ഞെ മോളെ നീ എന്തുവാടി നാട്ടുകാരെ പറ്റിക്കുവാണോടി എന്നൊരു ചോദ്യം വരും. അതിൽ മറ്റേ വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഗ്ലാമി ഗംഗക്കൊച്ചെ. പിന്നെ ജീവിതത്തിലെ കാര്യങ്ങൾ കാണിക്കുമ്പോഴേ ഉടായ്പൊക്കെയാണെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇവരൊക്കെ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ഈ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, പ്രൊഡക്ട്സ് നോക്കി കണ്ടുമൊക്കെ വാരി തേക്കുക. മനസ്സിലായോ? അത്ര എനിക്ക് പറയാനുള്ളൂ. അടുത്തൊരു സാധനം കൂടെ കാണാം. അപ്പോ ചപ്പാത്തി എന്നെ ചുടേണ്ടി എന്റെ മക്കൾ എന്തൊരു ചെയ്തേന്. ഗൈസ്, നമ്മള് അപ്പം ചുട്ടോണ്ടിരുന്നപ്പോ കറണ്ട് പോയി. പക്ഷെ ഞാൻ അപ്പമൊക്കെ ചുട്ടെടുത്ത് ഞാൻ സെർവ് ചെയ്യാൻ അവർക്ക് എല്ലാവർക്കും ഇടട്ടെ. മാളു പാതറ. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചൂടാണ് അപ്പം, മുട്ടക്കറി, പനീർ ബുർജി. ആർക്കും ഒരു എക്സ്പ്രഷൻ ഇവിടെ കിടന്ന് പട്ടിശ കാണിക്കാന്നുള്ളൂ. നോക്കട്ടെ, എത്ര അപ്പം? 3 അപ്പം. വിളമ്പിക്കൊടുക്കാനൊക്കെ കുഞ്ഞിനെ അറിയാം അല്ലേ? അല്ല അതൊക്കെ വലിയ കാര്യമാണ് കേട്ടോ. അതൊന്നും ചെറിയ കാര്യമായിട്ടൊന്നും ആരും കാണണ്ട. കൊച്ചിന് വിളമ്പി കൊടുക്കാനൊക്കെ അറിയാം. അയ്യോ വലിയ കാര്യമാ അത്. പൊന്നു ഗ്ലാമിക കുട്ടി, ഇനി വേറൊരു സാധനം കുഞ്ഞു പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അങ്ങാണ്ട് പറഞ്ഞൊരു കേസാ, ഒരു റീലൊക്കെ ആയിട്ട് കറങ്ങുന്നത് ഞാൻ കണ്ടു. പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, എല്ലാവരും ഇത് കണ്ടിരിക്കണം. പ്രത്യേകിച്ച് ഗ്ലാമി ഗംഗക്കുട്ടിയുടെ ഫാൻസ് ഇതൊന്ന് കണ്ടോ. ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് അച്ഛൻ രാവിലെ ഇഡ്ഡലി എടുത്ത് കൊടുക്കണം, എങ്കിലേ കഴിക്കുള്ളൂ. ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചാലും പുള്ളിക്കാരെടുത്ത് കഴിക്കൂല, ആരിലും എടുത്ത് കൊടുക്കണം. അപ്പം അങ്ങനത്തെ നിർബന്ധമൊന്നും അവർക്കാർക്കും ഇല്ല.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെയാണ് ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് അവിടെ നിൽക്കുക, എന്നിട്ട് നമ്മൾ രണ്ട് വീട് മാറി നിൽക്കും എന്നാണ് നമ്മളെ പ്ലാൻ, നമ്മളെ സൗകര്യം അനുസരിച്ച്. അവർക്ക് ഒരു പ്രശ്നമില്ല, അവരൊക്കെയാണ്. പക്ഷെ നമ്മൾ പോയി കാണുകയൊക്കെ ചെയ്യണം അവരെ, അത് അങ്ങനെയാണ്. അപ്പം എന്താ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിൽക്കാനേ പറ്റുള്ളൂ, കാരണം ഹോസ്പിറ്റലിൽ അമ്മയ്ക്ക് കാലൊക്കെ വയ്യാത്തതുകൊണ്ട്. അവരെ പോയി കാണുകയൊക്കെ ചെയ്യണോ? ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുക അല്ലേ, നമ്മള് അവരെ പോയി കാണുകയൊക്കെ ചെയ്യണം കേട്ടോ. ആരാ? ഭർത്താവിന്റെ വീട്ടുകാരെ പോയി കാണുകയൊക്കെ ചെയ്യണമെന്ന് ഭർത്താവ് പറയുന്നു. കുഴപ്പമൊന്നുമില്ല, അവർക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ എവിടെ നിന്നാലും അവര് ഹാപ്പിയാ. സി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായത്, വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ. എന്തിനാണ് ഇത് വന്ന് ഈ നാട്ടുകാരുടെ ഫ്രണ്ടിൽ തള്ളുന്നേ? എന്തിനാ ഇതൊക്കെ തള്ളുന്നേ? ഓക്കെ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് കാര്യങ്ങൾ, നിങ്ങളുടെ ഫാഷൻ പരിപാടികൾ, ഇതൊക്കെ കാണിക്കാം, ജീവിതത്തിലുള്ള കാര്യങ്ങൾ കാണിക്കാം. പക്ഷെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ എവിടെ നിൽക്കുന്നു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതൊക്കെ നാട്ടുകാരുടെ ഫ്രണ്ടിലേക്ക് വിളമ്പത്തും ഉറപ്പായിട്ടും നിങ്ങൾ ഈ വിളമ്പി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ കുറെ പേര് ചോദിക്കും, അതെന്താ മോളെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നൂടെ, അവിടെയല്ലേ നിൽക്കേണ്ടത്? സ്വന്തം വീട്ടിലാണോ വന്ന് ഇങ്ങനെ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ആ മണുകുണാഞ്ചനെ വിളിച്ചോണ്ട് ഇവിടെയാണോ വന്ന് നിൽക്കേണ്ടത്? ഉറപ്പായിട്ടും ചോദിക്കും. പിടികിട്ടിയോ? എന്തിനാണ് ഈ ചോദ്യങ്ങൾക്ക് നിന്നു കൊടുക്കുന്നത്? അല്ല, നിങ്ങളായിട്ട് തന്നെ ഇങ്ങനെയുള്ള പല തോന്നിവാസങ്ങളും കാണിക്കും. എന്നിട്ട് പിന്നെ ജനങ്ങളോ അല്ലെങ്കിൽ റിയാക്ഷൻ ചാനലുകാരോ തിരിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാം, നീ ആരാടാ? ചുമ്മാ വന്നിരുന്ന് വീട്ടിലെ കുടുംബകാര്യം എല്ലാം കൂടെ വെച്ച് വിളമ്പിയിട്ട് പിന്നെ ആൾക്കാർ തിരിച്ച് ചോദിക്കുമ്പോഴാണ് ഇവിടെ പലർക്കും പ്രശ്നം. അതാ എനിക്ക് പിടികിട്ടാത്തത്. എനിക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലാവാത്തൊരു കാര്യമാണ്. എല്ലാം വന്നങ്ങ് തള്ളു നാട്ടുകാരുടെ ഫ്രണ്ടിൽ. പിന്നെ നാട്ടുകാർ തിരിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ എന്താ ഇവർക്കൊക്കെ പ്രശ്നം? ഇതാ ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടു. ഇതാ ഓവർ ആക്ടിങ് കൂടുതലാണ്, നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്, ഒട്ടും ഒറിജിനാലിറ്റി ഇല്ല, കല്യാണം കഴിഞ്ഞതോടെ നോർമൽ അല്ലെന്ന് തോന്നുന്നു. അത് എനിക്കും തോന്നി കേട്ടോ. നല്ലൊരു ബ്ലോഗർ ആയിരുന്നു, കല്യാണം കഴിഞ്ഞപ്പം എവിടെയോ കിളി പോയതുപോലെ. ഇങ്ങനെ ഒരുപാട് കമന്റുകളുണ്ട്. ഗ്ലാമി ഗംഗ എന്ന് പറയുന്ന കുട്ടി കാണുന്നുണ്ടെങ്കിൽ, എനിക്കറിയത്തില്ല, കാണാനൊക്കെ ചാൻസ് കുറവാണ്. കുട്ടിക്ക് സമയമില്ല, കുട്ടിക്ക് വീഡിയോ എടുക്കാൻ സമയമില്ല, ഇടാൻ സമയമില്ല, ഭയങ്കര ബിസിയാണെന്നാണ് പറയുന്നത്. കുട്ടി ബിസി ആയിക്കോട്ടെ, നല്ല കാര്യമോളെ. പക്ഷേ പേഴ്സണൽ ലൈഫൊക്കെ വന്നിങ്ങനെ നാട്ടുകാരുടെ ഫ്രണ്ടിലിട്ട് പൊട്ടിക്കാൻ നേരത്ത് നോക്കിയും കണ്ടുമൊക്കെ പൊട്ടിക്കുക. കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടു. അതായത് ഏതോ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ ഈ എന്താണ് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന സമയത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, മറ്റേ എന്താണ് ബെഡ്ഷീറ്റ് വിരിച്ചില്ലെന്നോ എന്തൊക്കെയോ. എന്നിട്ട് പിന്നെ അടുത്ത ദിവസം വന്നിട്ട് ആൾക്കാർ കമൻറ്റ് ഇട്ടപ്പോഴത്തേക്ക് അടുത്ത ദിവസം വന്നിട്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവന് ചിക്കൻ ബോക്സ് ആയിരുന്നു, അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത കണ്ടന്റ് ആക്കുമോ നാട്ടുകാർ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ? അവർക്കും ഗുണമുണ്ടേ. നാട്ടുകാർ തെറി പറഞ്ഞാലും നല്ലത് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. തെറി പറയുകയോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ചോദ്യങ്ങൾ ചോദിക്കുകയോ ചെയ്താൽ പൊക്കിയെടുത്ത് അടുത്ത വീഡിയോ വരും. എന്തുകൊണ്ടാ? അവരുടെ കണ്ടന്റ് അത്രേ ഉള്ളൂ. അത് കമന്റ് ഇടുന്ന എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഉടനെ കേൾക്കാനായിട്ടൊന്നും അവരിയ്ക്കത്തില്ല. അവർക്ക് പൈസ, മനസ്സിലായോ? അത്രേ ഉള്ളൂ. അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ മനസ്സിലാക്കിയിട്ട് മാത്രം ഇവരുടെ ഇങ്ങനെയുള്ളവരൊക്കെ വീഡിയോ കാണാൻ ഇരുന്നാൽ മതിയല്ലേ. പിന്നെ വന്നിട്ട് പിന്നെ മറ്റേ കരച്ചിലും പിഴിച്ചിലും അത് ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്, നീയൊക്കെ തന്നെ വന്ന് കാണിച്ച് വെച്ചിട്ടല്ല ഈ ചോദ്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴോ ഒക്കെ കാണിക്കുക, ഞാൻ ഈ വീട്ടിലാണ്, ഞാൻ ആ വീട്ടിലാണ്, ഇതൊക്കെ കാണിക്കുക. അല്ലാതെ വന്നിട്ടിരുന്നിട്ട് പിന്നെയും കഥ പറച്ചില്ല. അവർക്ക് അവിടെ നിന്നാൽ കുഴപ്പമില്ല, ഇവിടെ നിന്നാലും കുഴപ്പമില്ല. എന്തിന്? അവർക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ അത് അവരാണ് പറയേണ്ടത്, നിങ്ങളാണ് ഞങ്ങളോട് പറയുന്നത്. അവർ പറയുന്നത് ഞങ്ങളെ കേൾപ്പിക്ക്, അപ്പം ഞങ്ങൾ വിശ്വസിക്കാം എന്ന് കുറേ ആളുകൾ ചോദിച്ചേക്കും ഗ്ലാമി ഗംഗ കുട്ടി, മനസ്സിലായോ? അതുകൊണ്ട് വന്നിരുന്ന് ഇങ്ങനെയുള്ള വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക. ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.